കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സ നിഷേധിച്ചതായി പരാതി ഉയർന്നു. ന്യൂമോണിയ ബാധിച്ചെത്തിയ 16-കാരിയെ വെന്റിലേറ്റർ സൗകര്യമില്ല എന്ന് പറഞ്ഞ് തിരിച്ചയച്ചു എന്നാണ് പരാതി. പ്രൈവറ്റ് ഹോസ്പിറ്റലിലെ ചികിത്സാ ചെലവിന് നാട്ടുകാർ പണം പിരിച്ചു നൽകിയിട്ടും മകളുടെ ജീവൻ രക്ഷിക്കാനായില്ലെന്ന് പിതാവ് സുരേഷ് 24 പറഞ്ഞു. കൊണ്ടോട്ടി കോട്ടപ്പുറം സ്വദേശി അശ്വതയാണ് മരിച്ചത്. ഞങ്ങളോട് ചെന്നപ്പം കുട്ടി നല്ല ഓക്സിജൻ, നല്ല ശ്വാസം വലിച്ചു പിടിച്ചെടുക്കുന്നു. സീരിയസ് അവസ്ഥയിലായിട്ടും ആരും തിരിഞ്ഞു നോക്കണില്ല. നഴ്സുമാരൊക്കെ അവിടെ ഓലെ ഡ്യൂട്ടി റൂമിൽ. കുട്ടി ഇവിടെ നല്ല ശ്വാസം വലിച്ചു വിടാം. നമ്മളിതിങ്ങനെ കണ്ടു നിൽക്കുക. ഇതിൻ്റെ ഓക്സിജൻ്റെ ലെവല് 29 26 വന്ന് നിൽക്കുക. എന്നിട്ട് പോലും ശ്രദ്ധിക്കണില്ല. സാമ്പത്തികമായിട്ട് കുറച്ചുണ്ടെങ്കിൽ നിങ്ങൾ പുറത്ത് പ്രൈവറ്റിൽ വേണമെങ്കിൽ കൊണ്ടേ ആക്കിക്കോളി. ഒരു രോഗി മരിക്കാനിരിക്കണുള്ളൂ. അത് മരിക്കുകയാണെങ്കിൽ നമുക്ക് ആ റൂമിൽ ആ ബെഡ് റൂം കിട്ടുമെന്ന് പറഞ്ഞു. ആ ബെഡ് അതുവരെ നമ്മളെ കുട്ടീനെ നമ്മളതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക അവിടെ. അപ്പോഴാണ് ഞങ്ങൾ പുറത്തേക്ക് പോയത്. പുറത്തേക്ക് പോയി ഞങ്ങൾ അവിടുത്തെ അടിക്ക് കൊണ്ടുപോയപ്പോൾ തന്നെ കുട്ടീൻ്റെ ആ ശ്വാസമെടുപ്പ് നല്ല നിലച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് പോലും ഞങ്ങൾ അതും കണ്ടിട്ട് പോലും ഞങ്ങളെ പുറത്തേക്ക് വിട്ടത്. എന്നാൽ വെന്റിലേറ്റർ ഒഴിവുണ്ടായിരുന്നില്ലെന്നാണ് മെഡിക്കൽ കോളേജ് വിശദീകരിക്കുന്നത്. ബിപിൻ സി വിജയൻ മലപ്പുറത്ത് നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. ബിപിൻ, ഗുഡ് മോർണിംഗ്, പറയൂ. ഗുഡ് മോർണിംഗ് SKN. വളരെ വേദനയുള്ള ഒരു സംഭവമാണ് നടന്നിരിക്കുന്നത്. ഈ മാസം 13-ാം തീയതി ആണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് കോട്ടപ്പുറം സുരേഷിന്റെ മകളായിട്ടുള്ള അശ്വതയെ പ്രവേശിപ്പിക്കുന്നത്. അത് ന്യൂമോണിയ ബാധിച്ചിട്ടായിരുന്നു. ആദ്യം കൊണ്ടോട്ടിയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു ആദ്യം ചികിത്സയുണ്ടായിരുന്നത്. അത് മൂർച്ഛിച്ചതിനെ തുടർന്നാണ് പിന്നീട് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയത്. അവിടെ നിന്നും വേണ്ടത്ര ഒരു പരിഗണന കിട്ടിയില്ല എന്നുള്ള പരാതിയാണ് ഈ വീട്ടുകാർക്കുള്ളത്. അവർക്ക് ഈ കുട്ടിക്ക് വലിയ രീതിയിലുള്ള ശ്വാസതടസ്സമൊക്കെ ആ സമയത്തുണ്ടായിരുന്നു. എന്നാൽ ആദ്യഘട്ടത്തിൽ ഏകദേശം ഒരു ദിവസത്തോളം തന്നെ ആദ്യം കാഷ്വാലിറ്റിയിൽ വെച്ചു. അതിനുശേഷം പിന്നീട് വാർഡിലേക്കാണ് മാറ്റിയത്. വെന്റിലേറ്റർ സൗകര്യമില്ല, അതുകൊണ്ട് തന്നെ പുറത്ത് സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റണം എന്നുള്ളത് പറഞ്ഞു എന്നുള്ളതാണ് ഈ വീട്ടുകാരുടെ ഒരു പരാതി ഉള്ളത്. അങ്ങനെ പുറത്ത് സ്വകാര്യ ആശുപത്രിയിലേക്ക് എത്തിച്ചു എന്നുണ്ടെങ്കിലും ഈ നിർധന കുടുംബത്തിന് അവിടുത്തെ ഒരു ചിലവ് താങ്ങാൻ സാധിക്കുമായിരുന്നില്ല. ഒരു ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ വലിയ ഒരു തുക അവിടെ ചികിത്സയ്ക്കായി വേണ്ടി വന്നു. അങ്ങനെ നാട്ടുകാരുടെ പണം പിരിച്ചു. ഇങ്ങനെ പണം പിരിച്ചു എന്നുണ്ടെങ്കിലും അവിടെ ചികിത്സ തുടരാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിൽ മുക്കം KMCT കോളേജിലേക്ക് മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമത്തിന് ഇടയിലാണ് ഈ കുട്ടി ജീവൻ വെടിഞ്ഞത്. ഇന്നലെയായിരുന്നു മരിച്ചത്. ഇന്നലെ തന്നെ സംസ്കാര ചടങ്ങുകൾ കഴിഞ്ഞു. ഓട്ടിസം ബാധിച്ചിട്ടുള്ള ഭിന്നശേഷി വിദ്യാർത്ഥിയായിരുന്നു. 16 വയസ്സായിരുന്നു പ്രായമുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇവർക്ക് ആ ചികിത്സാ ചെലവ് താങ്ങാൻ കഴിയാത്തതുകൊണ്ട് മെഡിക്കൽ കോളേജിനെ ആശ്രയിച്ചു. പക്ഷേ അവിടെ നിന്ന് വെന്റിലേറ്റർ സൗകര്യം ഉൾപ്പെടെയുള്ളവ ഉണ്ടായിരുന്നില്ല എന്നുള്ളത് കാണിച്ചുകൊണ്ടാണ് ഇപ്പോൾ ആരോഗ്യമന്ത്രിക്ക് വേണ്ടത്ര പരിഗണന ഒരു സാധാരണ കുടുംബമായി ഞങ്ങൾക്ക് ലഭിച്ചില്ല എന്നുള്ളത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് മെഡിക്കൽ കോളേജിനെതിരെ ഇപ്പോൾ ആരോഗ്യമന്ത്രിക്ക് ഈ കുടുംബം പരാതി ആയി നൽകിയിരിക്കുന്നത്. എന്നാൽ മെഡിക്കൽ കോളേജുമായി നമ്മൾ ബന്ധപ്പെട്ടു. മെഡിക്കൽ കോളേജിൻ്റെ ഒരു വിശദീകരണം, 26 വെന്റിലേറ്ററുകളാണ് അവിടെ ഉള്ളത്. അതെല്ലാം തന്നെ മുഴുവനായും ഫുള്ളായിരുന്നു. അതുകൊണ്ടാണ് അവിടെ ആ സമയത്ത് ഒരു ചികിത്സ ലഭിക്കാതിരുന്നത് എന്നുള്ള ഒരു വിശദീകരണമാണ് ഇതുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജിന് നൽകാനുള്ളത്. പക്ഷേ വളരെ വേദന ഉണ്ടാക്കുന്ന ഒരു സംഭവമായി പോയി ഈ കുട്ടിയുടെ മരണം. വിജയനാണ് വിവരങ്ങൾ നൽകിയത്.